ശരിക്കും രഞ്ജിത്ത് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ സിനിമയിൽ വന്ന് നമ്മൾ സിനിമ അറിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു. ആ സമയത്താണ് പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയിലേക്ക് സംസാരിക്കുന്നത്. അപ്പോൾ അത് സംസാരിച്ചു, അത് പോയി. ആ സമയത്ത് വേറെ സിനിമ ചെയ്തിരുന്നു, വേറെ സിനിമ കമ്മിറ്റ് ചെയ്തിരുന്നു, അങ്ങനത്തെ പല കാര്യങ്ങൾ. പിന്നെ അത് മുന്നോട്ട് അത് പോയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ സിനിമയുടെ ഭാഗമാവാൻ പറ്റിയില്ല. ആദ്യം അങ്ങനത്തെ ഒരു പരിഗണനയിലേക്ക് എത്തിയിരുന്നു ആ ഒരു സിനിമയിൽ ഞാനും. എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ ആഗ്രഹമായിരുന്നു, എനിക്ക് സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. ആ സമയത്താണ് എന്നെ ലീല എന്ന് പറയുന്ന സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് രഞ്ജിത്ത് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഒരു മുഴുനീള കഥാപാത്രമോ അങ്ങനെയൊന്നുമല്ല, ഇതിനെ എടുക്കേണ്ടത് ഒരു ആക്ടിങ് എക്സസൈസ് ആയിട്ടാണ് ഇതിനെ എടുക്കേണ്ടത്. അത് സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു രംഗമാണ്. ഇത് പാളിപ്പോയാൽ ശരിക്കും നന്നായിട്ട് കൂക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുത്തിട്ട് ചെയ്തതാണ്. ഞാനും അതിനൊരു പരീക്ഷണമായിട്ട് തന്നെയാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാനതിനെ കണ്ടത്. അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. വളരെ ചെറിയൊരു സീനാണ്, വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ എനിക്കത് വളരെയധികം രസകരമായിട്ട് എനിക്ക് തോന്നിയ ഒരു സീനാണ്. ഐ മീൻ, ഒരു അഭിനേത്രി എന്നുള്ള രീതിയിൽ നമ്മൾ അഭിനയിക്കുന്ന പെർട്ടിക്കുലർ ഭാഗത്തിന് മാത്രമാണ്, അഭിനയത്തിനാണ് ഞാൻ ഈ പറയുന്നത്. അതെനിക്ക് വളരെ രസകരമായിട്ട് ഞാൻ ഈ ഒരു എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിലേക്ക് എടുത്തൊരു സിനിമയായിരുന്നു. അത് ഹെവി ആയിരുന്നു. നിങ്ങളുടെ ആർട്ടിസ്റ്റിക് വാല്യൂ തിരിച്ചറിയുന്ന സ്പേസും കൂടിയാണ് അത്. അതിങ്ങനെ കയറി പോവല്ലേ, എന്താണെന്ന് തിരിച്ചറിയാതിരിക്കുന്നു. അവിടെ നിന്ന് കരയാം, അതായത് നിന്റെ അച്ഛനാണ് മരിച്ചു കിടക്കുന്നതെന്ന് വിചാരിച്ചിട്ട് കരയുമെന്ന് പറയുമ്പോൾ ഇത് എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ കരച്ചിൽ തമാശക്ക് കരഞ്ഞ് പിന്നെ അത് ഒരു ഒച്ചത്തിലുള്ള ഒരു കരച്ചിലേക്ക് പോയിട്ട് അവസാനം അവള് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ആവില്ലായിരുന്നു, ഞാനിങ്ങനെ ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്ന് പറയുന്നിടത്തൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ഭയങ്കര, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും. ആ ഒരു ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്.